കോട്ടയത്ത് നിന്ന് വരുന്ന വാർത്ത വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ വേറിട്ട സമരമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. കോട്ടയം കുറുപ്പംതറയിലാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഫ്രാൻസിസിന്റെ വേറിട്ട പ്രതിഷേധം. പക്ഷേ ഈ വേറിട്ട പ്രതിഷേധം വളരെ അപകടം നിറഞ്ഞതാണ് എന്നുള്ളത് മറക്കരുത്. ഗുഡ്സ് ഓട്ടോ വാഹനത്തിന് മുകളിൽ കയറി സ്വന്തം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ലൈറ്ററുമായി നിന്നായിരുന്നു ഫ്രാൻസിസിന്റെ ഈ ഒരു പ്രതിഷേധം. സംഭവത്തിന് പിന്നാലെ സ്ഥലത്തെത്തിയ പോലീസാണ് ഫ്രാൻസിസിനെ അനുനയിപ്പിച്ച് കസ്റ്റഡിയിലെടുത്തത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം, ഞങ്ങൾ വോട്ട് ചെയ്തത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ്, അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നടപടികൾക്കെതിരെ സാധാരണക്കാരനായ കോൺഗ്രസ്സുകാരൻ്റെ സമരമുഖമാണിത് എന്നാണ് ഫ്രാൻസിസ് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് വിളിച്ചു പറഞ്ഞത്. അതായത് വി ഡി സതീശന് മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ വോട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയാകണം. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ചർച്ച ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയുടെ ഒന്നും തന്നെ ആവശ്യമില്ല, വി ഡി സതീശൻ തന്നെയായിരിക്കണം കേരളത്തിൻ്റെ അടുത്ത ഒരു മുഖ്യമന്ത്രി മുഖം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയുന്നു, സാധാരണക്കാരനായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പറയുന്നു. ഇതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കയ്യിൽ ലൈറ്ററുമായി ഒരു പ്രതിഷേധം നടത്തിയത്. പക്ഷേ വളരെ അപകടം നിറഞ്ഞ ഒരു പ്രതിഷേധമാണ്. പിന്നീട് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ് ഇയാളെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏകദേശം 1.5 ലിറ്ററോളം കൊള്ളുന്ന കുപ്പിയിലാണ് പെട്രോളുമായി എത്തിയ ഇയാൾ പകുതിയോളം ദേഹത്ത് ഒഴിച്ചിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തെത്തിയ ലൈറ്റർ കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് 10 മിനിറ്റോളം ഈ ഒരു സമരം തുടർന്നത്. ഇതിനിടെ വി ഡി സതീശനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ സംഭവത്തിലും ഇടുക്കി DCC ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. 4 പേർക്കെതിരെയാണ് നടപടി. ഇവരെ പദവികളിൽ നിന്ന് നീക്കം ചെയ്തെന്നും DCC അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അണികളുടെ ഈ ഒരു പ്രകടനം, അണികൾക്കിടയിൽ തന്നെ ആരായിരിക്കണം എന്നുള്ള ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വി ഡി സതീശന് വേണ്ടി സ്വന്തം ജീവൻ തന്നെ പച്ചയ്ക്ക് കൊളുത്തി അത് സമർപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു രീതിയിൽ വളരെ അപകടം നിറഞ്ഞ ഒരു പ്രതിഷേധം ഇപ്പോൾ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇനി വീണ്ടും ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ആരലങ്കരിക്കും എന്നുള്ളത് തീരുമാനം വൈകുകയാണെങ്കിൽ കൂടുതൽ അണികൾ രംഗത്തേക്ക് ഇത്തരത്തിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അതേസമയം തന്നെ ഫ്ലെക്സ് പോലെ തീരുന്നില്ല. KCയുടെ ഫ്ലെക്സിൽ ഇപ്പോൾ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധം നടന്നിരിക്കുകയാണ്. KC വേണുഗോപാലായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് KPCC ഓഫീസിന് മുന്നിലെ ഫ്ലെക്സ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത്. തലസ്ഥാനത്ത് വി ഡി സതീശനായും ഫ്ലെക്സ് ബോർഡുകളുണ്ട്. നാച്ചുറൽ ചോയ്സ് എന്ന വാചകത്തിലാണ് ഫ്ലെക്സ്. അതേസമയം ആരാവണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നതിൽ MLA-മാരുടെ അഭിപ്രായമടങ്ങിയ റിപ്പോർട്ട് AICC നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായവും നേതൃത്വത്തെ ധരിപ്പിക്കും. റിപ്പോർട്ട് പരിശോധിക്കുന്ന അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉടൻ കേരള നേതാക്കളെ സമവായ ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. KC വേണുഗോപാൽ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ഞായറാഴ്ച പ്രഖ്യാപനം നടത്താനാണ് ശ്രമം. അതിനിടെ ഹൈക്കമാൻഡിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് 3 നേതാക്കളെയും പിന്തുണയ്ക്കുന്നവർ. പ്രശ്നം തെരുവിലെത്തിച്ചതിൽ കടുത്ത അതൃപ്തിയിലാണ് രാഹുൽ ഗാന്ധി. KC വേണുഗോപാൽ പിന്മാറിയാൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന പേരാവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക. തുടർന്ന് മന്ത്രിസഭാ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള ചർച്ച തുടങ്ങും. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമന്റ് ബോക്സിൽ വി ഡി സതീശന്റെ പേര് നിറഞ്ഞു നിൽക്കുകയാണ് എന്നുകൂടി ഓർക്കണം. കേരളത്തിലെ UDF തരംഗ വിജയത്തിൽ അഭിനന്ദനം അറിയിച്ച് മെയ് 4-നിട്ട പോസ്റ്റിലാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുള്ള കമന്റുകളുടെ പ്രവാഹം. 1.5 ലക്ഷത്തോളം കമന്റുകളാണ് ഇതുവരെ വന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു സമൂഹ മാധ്യമ പോസ്റ്റിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതികരണങ്ങളായിരിക്കും ഇത്. വി ഡി സതീശൻ മാത്രമാണ് മുഖ്യമന്ത്രിയാകാൻ അർഹൻ. ജനം അർപ്പിച്ച വിശ്വാസത്തെ നിരാശപ്പെടുത്തരുത്. മുഖ്യമന്ത്രിയായി ജനം ആഗ്രഹിക്കുന്നത് വി ഡി സതീശനെ. വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ദർശനം ഉയർത്തിപ്പിടിച്ച നേതാവാണ് വി ഡി സതീശൻ തുടങ്ങി ആയിരക്കണക്കിന് കമന്റുകളാണ് പോസ്റ്റിന് താഴെ പ്രവഹിക്കുന്നത്. കോഴിക്കോട് വിവിധ ഭാഗങ്ങളിലും വി ഡി സതീശനെ അനുകൂലിച്ച് ഒരു വിഭാഗം UDF നേതാക്കൾ പ്രവർത്തകരും അവിടെ പ്രകടനം നടത്തിയിട്ടുണ്ട്. കുറ്റ്യാടി, മുക്കം, അത്തോളി, പേരാമ്പ്ര എന്നിവിടങ്ങളിലാണ് രാത്രിയിൽ പ്രകടനം നടത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശനെ അല്ലാതെ മറ്റാരെയെങ്കിലും പരിഗണിച്ചാൽ തുടർ പ്രതിഷേധങ്ങൾ നടത്തുമെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. അത്തോളിയിൽ UDF യുവജന സംഘടനാ പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത്.
കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി നിരീക്ഷകരെ കണ്ട് കെ. സുധാകരനും എം.പിമാരും നിരീക്ഷകരായ അജയ് മാക്കാനെയാണ് മുകുൾ വാസ്നിക്കിനെ നേരിട്ട് കണ്ട കെ. സുധാകരൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് രേഖാമൂലം കത്ത് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിയിൽ ഒരുപാട് സതീശന്മാരുണ്ടെന്ന പരസ്യ പ്രഖ്യാപനവും കെ. സുധാകരൻ നടത്തി. ബെന്നി ബെഹനാൻ, എം.കെ. രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും കെ.സി. വേണുഗോപാലിന് പിന്തുണയുമായി നിരീക്ഷകരെ കണ്ടു. അതേസമയം എം.പിമാരുടെയും എം.എൽ.എമാരുടെയും മാത്രം അഭിപ്രായം തേടിയാൽ പോരെന്നും ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിക്കണമെന്നും പൊതുവികാരം കണക്കിലെടുക്കണമെന്നും സതീശൻ നിരീക്ഷകരെ കണ്ട് ആവശ്യപ്പെട്ടു. സതീശിനെ പരോക്ഷ പിന്തുണ പ്രഖ്യാപിച്ച് ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ.സി. ക്യാമ്പിലെ പ്രധാനിയായ മാത്യു കുഴൽനാടനും രംഗത്ത് വന്നു. കുഴലൂത്ത് ലീഗിനെതിരെ വേണ്ട എന്ന വാചകവുമായി മാത്യു കുഴൽനാടനെതിരെ യൂത്ത് ലീഗ് ഇരിക്കൂറിലും ഫ്ലെക്സ് സ്ഥാപിച്ചു. കെ.പി.സി.സി. ഓഫീസിന് മുമ്പിൽ സുധാകരൻ അനുകൂലികൾ കെ.സിക്കായി ഫ്ലെക്സ് സ്ഥാപിച്ചപ്പോൾ കളമശ്ശേരിയിൽ കെ.സി. അനുകൂലം ഫ്ലെക്സ് നശിപ്പിച്ച നിലയിലും കണ്ടെത്തി. അതായത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഒരു ഫ്ലെക്സ് ഉയർത്തുന്നു, അതേ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ആ ഫ്ലെക്സ് നശിപ്പിക്കുന്നത്. ഏതായാലും ഫ്ലെക്സ് വഴിയുള്ള ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള പല ഫ്ലെക്സ് ബോർഡുകളും പലയിടത്തും ഉയർന്നു പൊങ്ങുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട്. പലയിടത്തും നേതാക്കളുടെയും അണികളുടെയും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും അതിര് കടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഒരു കോട്ടയത്ത് നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ സ്വന്തം ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം. തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധമാകാനുള്ള സാധ്യതയുണ്ട്.